ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തിങ്സ് സ്മാർട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹൊറഗല്ലോ എന്ന സ്റ്റോറിയിലെ സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ്. നമുക്ക് തുടങ്ങാം അല്ലേ. ഗ്രാൻഡ് ഫാദർ ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ അനക്ഡോട്ട് ഹൊറഗല്ലു ബൈ സുധാമൂർത്തി. സുധാമൂർത്തിയുടെ ഹൊറഗല്ലോ എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് മുത്തച്ഛൻ അല്ലേ. സുധാമൂർത്തീസ് ഗ്രാൻഡ് ഫാദർ വാസ് എ റിട്ടയർഡ് സ്കൂൾ ടീച്ചർ. സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദർ ആരായിരുന്നു? ഒരു റിട്ടയറായ ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു അല്ലേ. ഹി ലിവ്സ് ഇൻ ദ വില്ലേജ്. അദ്ദേഹം എവിടെ താമസിക്കുന്നത്? അദ്ദേഹം ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഹി സ്പെൻഡ് ഹവേഴ്സ് എവ്രി ഡേ സിറ്റിംഗ് അണ്ടർ ദ ബനിയൻ ട്രീ ടാക്കിംഗ് ടു ദസ് റെസ്റ്റിംഗ് ദ. ഹി സ്പെൻഡ് അവേഴ്സ് എവ്രി ഡേ. എല്ലാ ദിവസവും മണിക്കൂറുകളോളം സ്പെൻഡ് ചെയ്യും. സിറ്റിംഗ് അണ്ടർ ബനിയൻ ട്രീ. ഇത് ബനിയൻ ട്രീൻ്റെ അടിയിലിരുന്ന് മണിക്കൂറുകളോളം സ്പെൻഡ് ചെയ്യും. എന്താ അപ്പം ചെയ്യുക? ടാക്കിംഗ് ടു ദസ് റെസ്റ്റിംഗ് ഇത്. അവിടെ റെസ്റ്റ് ചെയ്യാൻ വരുന്നവരോട് സംസാരിച്ചു കൊണ്ടാണ് അവിടെ മണിക്കൂറുകളോളം അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്യുക അല്ലേ. ഹി വാസ് എ ഗുഡ് ലിസണർ. അദ്ദേഹം നല്ലൊരു കേൾവിക്കാരനാണ്. ഹി ലിസൺഡ് ടു ദ ഒതേഴ്സ് പേഷ്യൻ്റ്ലി. അദ്ദേഹം ക്ഷമയോടെ മറ്റുള്ളവരെ കേട്ടുകൊണ്ടിരിക്കും അല്ലേ. ഹി യൂസ്ഡ് ടു സിറ്റ് അണ്ടർ ബനിയൻ ട്രീ. അദ്ദേഹം എവിടെ ഇരുന്ന്? നേരത്തെ പറഞ്ഞു ബനിയൻ ട്രീൻ്റെ താഴെയാണ് ഇരിക്കുക അല്ലേ. ദ പുവർ വില്ലേജേഴ്സ് ഷെയർഡ് ദെയർ പ്രോബ്ലംസ് വിത്ത് ഹിം. പാവപ്പെട്ട ഗ്രാമവാസികൾ എന്ത് ചെയ്യും? അദ്ദേഹവുമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യും അല്ലേ. ദേ ടാൾക്ക്ഡ് അബൌട്ട് ദെയർ ഡെയിലി ലിവ്സ് ആൻഡ് വെറീസ്. അവരെന്താ സംസാരിച്ചുകൊണ്ടിരുന്നത്? അവരുടെ ദൈനംദിന കാര്യങ്ങൾ, അതായത് അവരുടെ ദൈനംദിന ജീവിതവും ആശങ്കകളും സംസാരിച്ചു കൊണ്ടിരുന്നു. ഇറ്റ് റിഫ്രഷ്ഡ് ആൻഡ് റിലാക്സ്ഡ് ദം. ഇത് അവർക്കൊരു റിഫ്രഷ്മെൻറ്റ്, അതായത് ഒരു നവോന്മേഷവും പിന്നെ റിലാക്സ്, ഒരു വിശ്രമവും നൽകും അല്ലേ. ഹി നെവർ പ്രൊവൈഡഡ് എനി സൊല്യൂഷൻ ടു ദെയർ വെറീസ്. അദ്ദേഹം എന്തെയില്ല, ഇവർക്ക് പരിഹാരങ്ങളൊന്നും പറഞ്ഞു കൊടുക്കില്ല. എന്നാലും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയുള്ളൂ, ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കില്ല അല്ലേ. അതായത് പരിഹാരം പറഞ്ഞ് കൊടുക്കണം എന്നില്ല, അവരുടെ പ്രശ്നങ്ങൾ കേട്ടാൽ തന്നെ മതിയാവും അവരുടെ സങ്കടങ്ങളൊന്നും കുറയാൻ വേണ്ടിയിട്ട് അല്ലേ. ഹി വാസ് എ കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. അദ്ദേഹം എങ്ങനെയാണ്? കൈൻഡും ഭയങ്കര സഹായം ചെയ്യുന്ന ഒരാളും അല്ലേ. ദസ് ഗ്രാൻഡ് ഫാദർ ഡിഡ് എ ഗ്രേറ്റ് സോഷ്യൽ സർവീസ് വിത്തൗട്ട് എക്സ്പെക്റ്റിംഗ് എനി റിവാർഡ്. ഒരു റിവാർഡ്, ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെയാണ് അയാൾ ഈ ഒരു സോഷ്യൽ സർവീസ് ചെയ്യുന്നത് അല്ലേ. ഒരു ഗ്രേറ്റ് സോഷ്യൽ സർവീസ്. ഹി ബിലീവ്ഡ് ദാറ്റ് ഹൊറഗല്ലു ഈസ് എ എസെൻഷ്യൽ ജേർണി ഓഫ് ലൈഫ്. ജീവിതയാത്രയിൽ ഒരു ഹൊറഗല്ലു അത്യാവശ്യമാണ്. അങ്ങനെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അതായത് നമ്മൾ ജീവിതത്തിൽ നമ്മളെ പ്രശ്നങ്ങളും ആശങ്കകളൊക്കെ ഇറക്കി വെക്കാൻ ഒരു ഹൊറഗല്ലു വേണം. ഹൊറഗല്ലു എന്ന് പറഞ്ഞാൽ എന്താ? വെയിറ്റ് ഇറക്കി വെക്കുന്ന ഒരു വസ്തുവാണ് ഹൊറഗല്ലു. അതുപോലെ നമ്മളുടെ ജീവിതത്തിലും അങ്ങനെ ഒരു വിഷമങ്ങൾ ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു ഹൊറഗല്ലു വേണമെന്നാണ് പറയുന്നത്, മുത്തച്ഛൻ പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ റീഗെയിൻ ദെയർ സ്ട്രെങ്ത്. ഇത് ആളുകളെ അവരുടെ ശക്തി വീണ്ടെടുക്കാൻ സഹായിച്ചു അല്ലേ. ഗ്രാൻഡ് ഫാദർ വാസ് എ ഹ്യൂമൻ ഹൊറഗല്ലു. ഗ്രാൻഡ് ഫാദർ ആരാണ്? ഒരു മനുഷ്യ ഹൊറഗല്ലു ആയിരുന്നു മുത്തച്ഛൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ ക്യാരക്ടർ സ്കെച്ച്. എക്സാമിനൊക്കെ ഇത് പഠിച്ചു പോയാൽ മതിയാവും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.